അക്ബർ 50 ദിവസം വരെയും അല്ലെങ്കിൽ 35 ദിവസം വരെ അക്ബർ ചീത്ത ഭാഷകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അക്ബറിന് ഉമ്മ വന്ന് പറഞ്ഞു, മോനെ നീ ഇങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിക്കരുത്. അതോടുകൂടി അയാൾ എനിക്കൊന്ന് കുറച്ചുകൂടെ സൈലന്റും ആയിപ്പോയി. ഹീസ് എ ഗുഡ് ഗെയിമർ. അദ്ദേഹത്തിന് ഒരു നല്ല ഹാർട്ടും നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു മോശം ഭാഷ അദ്ദേഹത്തിന് വായി നമുക്ക് കേൾക്കാൻ സഹിക്കാൻ പറ്റാത്ത ക്യാരക്ടർ അസാസിൻ ചെയ്യുന്ന ഭാഷകൾ അക്ബറിന്റെ വായിൽ നിന്ന് വന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഉമ്മ വന്ന് പറഞ്ഞോടുകൂടി അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ മാറ്റി ചെയ്തു എന്നുള്ളതാണ്. സോ അതിനുശേഷം അദ്ദേഹം കുറച്ചുകൂടെ സോഫ്റ്റ് ആയിപ്പോയി, കുറച്ചുകൂടെ ടഫ് ആകണമായിരുന്നു. എനിക്ക് തോന്നി ഭാഷ മാത്രം നന്നാക്കിയാൽ മതിയായിരുന്നു. ഈ ലക്ഷ്മിയുടെ അമ്മ വീട്ടിൽ വന്നതിന് ശേഷം പറഞ്ഞിട്ടില്ലായിരുന്നോ, ആദിലേനും നൂറിനെയും വീട്ടിനകത്ത് കയറ്റിയില്ലെന്നുണ്ടെങ്കിലും സിറ്റ് ഔട്ടിൽ, അതിനോട് എന്താ അഭിപ്രായം? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ. വീട്ടിൽ കയറ്റുമോ? ഞാൻ വീട്ടിൽ കയറ്റും. ഞാൻ LGBT കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് LGBT കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവരെ പേഴ്സണലിയും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കൊണ്ടോ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ എന്ന നിലയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ അവരെ കയറ്റും. അല്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. കുറച്ച് നേരത്തെ ഇവരെ കുറിച്ച് ആദില എന്ന പേഴ്സൺ എന്ന വ്യക്തിയെ ഞാൻ ആ കമ്മ്യൂണിറ്റിയെ കുറിച്ചല്ല പറഞ്ഞത്. കമ്മ്യൂണിറ്റി അല്ല, ആദില എന്ന വ്യക്തിയെ കുറിച്ച്. ആദില എന്ന വ്യക്തി ആസ് എ പേഴ്സൺ എന്ന നിലയിൽ എനിക്ക് അത്ര താല്പര്യമുള്ള ആളല്ല. ബിക്കോസ് അതായത് ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ കുട്ടിയുടെ ചിന്തകൾ, ആ പ്രായത്തിൽ വരുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്തകളല്ല അവർക്കുണ്ടായ തിക്താനുഭവങ്ങളായിരിക്കാം. എങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത നമ്മളിലേക്ക് പെരുമാറുന്ന രീതി